ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് റവയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാനായിട്ടാണ്. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ രണ്ടാം വട്ടം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുക. എന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ഞാനിത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. വറുത്ത് കഴിഞ്ഞിട്ട് അതിനെ പൊട്ടിക്കാമെന്ന് വെച്ചിട്ടാണ്. അതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ആയതിനു ശേഷം മുന്തിരിങ്ങ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി അത് മാറ്റിയിട്ട് അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ റവ ചേർക്കുകയാണ്. അത് വറക്കാത്ത റവയാണ്, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഒരു ഗ്ലാസ് സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. റവ കരിഞ്ഞു പോകരുത്, കളറൊന്നും മാറരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കൊടുക്കുക. അത് നമുക്കിങ്ങനെ ഒന്ന് കടിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്നും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത് കേട്ടോ. വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ വറുത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വറുത്തതുമായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കണത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, 2 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത്തിരി ഫുഡ് കളർ കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം, മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് തിളച്ച് വന്നാൽ കുറച്ച് കുറച്ചായിട്ട് റവ ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയാകും കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് വേവില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ റവ ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, റവ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 1.25 ഗ്ലാസ്സൊക്കെ മതിയാവും കേട്ടോ. 1.25 1.5 ഗ്ലാസ്സോ നമുക്ക് പഞ്ചസാര എടുക്കാം. അത് എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കറക്റ്റായിരിക്കും കേട്ടോ. കുറവ് മതി എന്നുള്ളവർക്ക് 1 ഗ്ലാസ്സൊക്കെ ചേർത്താൽ മതിയാവും. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര അലിയുമ്പോൾ ഇത്തിരി ഇങ്ങനെ വെള്ളം പോലെ വരും. അപ്പോഴും നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇളക്കി ആ പഞ്ചസാര എന്താ പറയുക നല്ലോണം ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ, റവ വറക്കുമ്പോൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇങ്ങനെ വലിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നെയ്യ് വേണ്ടാത്തവർക്കൊക്കെ ഈ ഒരു ഇത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ആ നെയ്യ് പാകമായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇത്തിരി നമ്മൾ ചേർത്തുമ്പോഴാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒട്ടലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. കാരണം ആ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഈ റവയൊക്കെ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ കുറച്ചൊക്കെ നെയ്യുള്ളതാണ് ശരിക്കും കേസരിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ ഇതാ ആ നെയ്യൊക്കെ ഒന്ന് നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കണതുകൊണ്ടാണ് നമ്മൾ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കൂടുതൽ ചേർക്കണം കേട്ടോ. ഇനി ഇതൊന്നും ഇത്ര വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഞാൻ ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ ആ റവയൊക്കെ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ലോണം എന്താ പറയുക മുരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു ട്രേയിലേക്ക് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബൗളിൽ ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.